തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോകാം തത്സമയ ദൃശ്യങ്ങളിലേക്ക്. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையுடன் நிறைவேற்றுவேன் என்றும் உளமாற உறுதி கூறுகிறேன். மாண்புமிகு திரு என் ஆனந்த் தியாகராய நகர். சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பெற்ற என் ஆனந்த் என்றும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுதையும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமை நேர்முறை நிறைவேற்றுவேன் என்றும் உளமாற உறுதி கூறுகிறேன். மாண்புமிகு திரு കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? മോദി തമിഴ്നാട്ടിലെ നിയമസഭാ സമ്മേളനം തുടങ്ങി. ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ പാർട്ടി ടി.വി.കെയുടെ കറുപ്പയ്യാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ ആനന്ദ് ടി.വി.കെയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ വിജയുടെ ഏറ്റവും വിശ്വസനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇന്നലെ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ആദവ് അർജുനയുടെ സത്യപ്രതിജ്ഞയാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇങ്ങനെ 234 അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ ഈ 234 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യും. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭ വിശ്വാസ വോട്ടെടുപ്പിനെ നേരിടുന്നത്. നിലവിലേതായാലും ഓരോ MLA-മാരായിട്ട് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഏതായാലും ഇപ്പോൾ ആനന്ദ്, അതുപോലെ ആദവ് അർജുന, CTR നിർമ്മൽകുമാർ തുടങ്ങി പ്രധാന ആളുകളെല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 കൂടിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്.